ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബ്ലൂം ടേസ്റ്റ് ആൻഡ് ടിപ്സ്. വീഡിയോയിൽ നിന്ന് നമുക്ക് തട്ടുകടയിലൊക്കെ ലഭിക്കുന്നത് പോലെയുള്ള നാടൻ സ്റ്റൈലിൽ വൺ സൈഡ് എഗ് ഓംലേറ്റ് ആയാലോ? ഞാനിവിടെ താറാവ് മുട്ട കൊണ്ടാണ് ചെയ്യുന്നത്. ഇതിനു പകരം കോഴിമുട്ടയിലും ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 താറാവ് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. കോഴിമുട്ടയെക്കാളും താറാവ് മുട്ടയ്ക്ക് തോട് ഇത്തിരി കട്ടി കൂടുതലാണ്. അപ്പം മുട്ട ബൗളിലേക്ക് ഒഴിക്കുമ്പോൾ തോട് വീഴാണ്ട് സൂക്ഷിക്കണം. ഇനി നമുക്ക് മുട്ട സ്പൂണോ ഫോർക്കോ എഗ് ബീറ്ററോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളയും മഞ്ഞയും നന്നായി യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ഉള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരെണ്ണം, 2 ടേബിൾ സ്പൂൺ തിരുമിയ തേങ്ങ. തിരുമിയ തേങ്ങ വേണമെങ്കിൽ ചേർത്താൽ മതി. തേങ്ങ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഇത് 1/4 ടീസ്പൂണിന്റെ 1/4 ഭാഗത്തോളം വരും ഉപ്പ്. ഇത്രയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. മുട്ട പൊരിക്കുന്നതിനായിട്ടുള്ള ദോശക്കല്ല് സ്റ്റൗവിലേക്ക് വയ്ക്കാം. കല്ലിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് എണ്ണ ചൂടായതിനു ശേഷം മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ മുട്ടയുടെ എല്ലാ വശവും ഒരുപോലെ ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട് സ്പൂണ് കൊണ്ട് ഒരേ കനത്തിൽ തന്നെ ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഫ്ലെയിം ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 4 തൊട്ട് 5 മിനിറ്റ് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ മുട്ട നല്ല വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി കൂടെ വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വൺ സൈഡ് തട്ടുകട സ്റ്റൈൽ എഗ് ഓംലേറ്റ് റെഡിയായി കഴിഞ്ഞു. ഓംലേറ്റ് ചൂടോടുകൂടെ തന്നെ പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കാവുന്നതാണ്. കൂടാതെ തട്ടുദോശയ്ക്കും ചമ്മന്തിക്കറിക്കും ഒപ്പം ഈ ഒരു എഗ് ഓംലേറ്റ് കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അതുപോലെ തന്നെ ഊണിനൊപ്പം സെർവ് ചെയ്യാവുന്നൊരു എഗ് ഓംലേറ്റ് തന്നെയാണിത്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കില്ലല്ലോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനും മറക്കരുത്. അതോടൊപ്പം വീഡിയോ കാണുന്നവരിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്